അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. സാമൂഹിക പരിപാടികൾക്കായി കുറച്ചു സമയം ആരെങ്കിലും ചോദിച്ചാൽ അതിൽ ചേരുക. അത് എത്രമാത്രം ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷവും അത് നിങ്ങൾക്ക് സംതൃപ്തിയും തരും. അതിൽ തുടരുന്നതിനാൽ സന്തോഷവും ആനന്ദവും ലഭിക്കും. ഏരിസ് റൊമാൻസ്. കൂട്ടാളിയുമായി ഇന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് കാണാം. നിങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയാതെ വരുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കും. പല കാരണങ്ങൾ കൊണ്ടും സാമൂഹിക കാര്യങ്ങൾ ഇന്ന് പലതിനും ഒരു വെല്ലുവിളിയാകും. പ്രത്യേകിച്ചും വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഇന്ന് വീട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്ന വിവാഹങ്ങൾ കലഹങ്ങളിലേക്ക് എത്തുന്നത് കാണാം. ഏരിസ് കരിയർ. എന്തെന്നാൽ മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തിയേക്കാം. നിങ്ങൾക്കെതിരായ ചലനങ്ങൾ ചെറുതും നാമമാത്രവുമായി തോന്നിയേക്കാം. എന്നാൽ നിങ്ങൾ ഇതിനെ എല്ലാറ്റിനെയും ഒരുമിച്ച് കാണുമ്പോൾ അനാരോഗ്യകരമായ ഒരു തൊഴിൽ സാഹചര്യം നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ എന്താണ് കണ്ടത്, സാഹചര്യങ്ങൾ നേരെയാക്കാൻ നിങ്ങൾ എന്താണ് പ്രവർത്തിച്ചത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഉന്നതോദ്യോഗസ്ഥനുമായി ചർച്ച ചെയ്യാൻ മടിക്കരുത്. ഏരിസ് ഫൈനാൻസ്. വിദേശികളും വിദേശവും ഇന്ന് നിങ്ങൾക്ക് നല്ല കച്ചവട അവസരങ്ങൾ നൽകും. നിങ്ങൾ പ്രവർത്തിക്കുന്നത് വിദേശികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദേശത്തുള്ള മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ടോ ആണെങ്കിൽ ഇന്നത്തെ ദിനം വളരെ തിളക്കമുള്ളതാണെന്ന് കാണുന്നു. ഇന്നത്തെ ഈ ലാഭദായകമായ ദിനത്തിൽ നിന്നും ഗുണം കൊയ്യുവാനായി കുറച്ചധിക സമയം ജോലി ചെയ്യുക. അതിൽ നിന്നും ലഭിക്കുന്ന ഫലങ്ങൾ ആവോളം കൊയ്യുക. നിങ്ങളുടെ ഇന്നത്തെ കഠിനാധ്വാനം തീർച്ചയായും നിങ്ങളുടെ ബാങ്ക് നിക്ഷേപത്തിൽ പ്രതിഫലിക്കും. ഏരിസ് ഹെൽത്ത്. ഉദ്യോഗസ്ഥർ കൂടുതൽ സമയം ഓഫീസിൽ ചിലവഴിക്കുന്നതായും അതുകൊണ്ട് തന്നെ ക്ഷീണിതരാകുന്നതായും കാണാം. വിജയം കൈവരിക്കുവാനും അതുവഴി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ലത് വരുവാനുമുള്ള നിങ്ങളുടെ പരിശ്രമം അഭിനന്ദനീയം തന്നെ. എന്നാൽ ഈ അധിക മണിക്കൂറുകൾ നിങ്ങളുടെ ആരോഗ്യത്തെയും ബന്ധങ്ങളെയും ബാധിക്കുന്നു. ഒന്നുമില്ലെങ്കിലും വീടും ഓഫീസും തമ്മിലൊരു അകലം സൂക്ഷിക്കുക. ഇത് നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ പങ്കാളിയിൽ നിന്നും അസ്വരങ്ങൾ ഉയരുന്നത് ഒഴിവാക്കാം. ടോറസ് ഓവർവ്യൂ. ഇന്ന് നിങ്ങൾ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളെ സമാധാനപരമായി ഒതുക്കണം. നിങ്ങളുടെ വീട്ടിലുള്ളവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മാന്യത വഹിക്കണം. നയപരമായും സമാധാനപരമായും ഇന്ന് നിങ്ങൾ പെരുമാറിയാൽ നിങ്ങൾക്ക് കണ്ടെത്താനാകും കാര്യങ്ങളെല്ലാം ശരിയായി നടക്കുമെന്ന്. ടോറസ് റൊമാൻസ്. നിങ്ങൾ പ്രശംസിക്കുന്ന ഒരാളോട് നിങ്ങളുടെ മനസ്സിലെ വികാരങ്ങൾ തുറന്നു പറയുവാനായി പുറംതോടുകൾ പൊളിച്ച് പുറത്തു വരേണ്ട ഒരു ദിനമാണ്. ഇത് നിങ്ങൾക്കിപ്പോൾ അനുരാഗം കുറച്ചൊക്കെ തോന്നി തുടങ്ങിയിട്ടുള്ള ഒരു സുഹൃത്തായിരിക്കാം. ഭയക്കാതെ പറഞ്ഞോളൂ. കാരണം നിങ്ങളുടെ വികാരങ്ങൾ ശരിയായി മനസ്സിലാക്കപ്പെടുകയും നിങ്ങളുടെ അനുരാഗ ജീവിതത്തിന് അതൊരു വഴിത്തിരവാകുകയും ചെയ്യും. നിങ്ങളുടെ വികാരങ്ങൾ അതുപോലെ തിരിച്ചു തരുവാൻ ഈ വ്യക്തിക്ക് അതിയായ താല്പര്യമുണ്ടായിരിക്കും. ടോറസ് കരിയർ. നിങ്ങളുടെ നിത്യജോലിയിൽ നിങ്ങൾക്ക് താല്പര്യം കുറയുവാനും ഫലപ്രദമല്ലാത്ത എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുവാനും ഇന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും. ഇത് രണ്ടു വിധത്തിൽ ദോഷം ചെയ്യും. ഒരു വശത്ത് അത് നിങ്ങളുടെ വിലപിടിച്ച സമയം കാർന്നു തിന്നും. മറുവശത്ത് അതുമൂലം നിങ്ങളുടെ പ്രകടനം മോശപ്പെടുകയും ചെയ്യും. ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആവശ്യമുള്ള ജോലികൾ ചെയ്തു തീർക്കുവാൻ ഇന്ന് ശ്രദ്ധിക്കുക. ടോറസ് ഫൈനാൻസ്. ദൂരസ്ഥലങ്ങളിൽ നിന്നും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കുക. വിദേശ നിക്ഷേപങ്ങളിൽ നിന്നും ഇന്ന് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശത്തേക്ക് നിങ്ങളുടെ കച്ചവടം വിപുലീകരിക്കുവാൻ നിങ്ങൾ ഉദ്യമിക്കുന്നുവെങ്കിൽ അതിനു പറ്റിയ സമയം ഇതാണ്. വിദേശത്തുള്ളവരുമായി ബന്ധപ്പെടുവാനാകുന്ന എല്ലാ സാധ്യതകളും തുറന്നു വയ്ക്കുകയും അതിനായി യത്നിക്കുകയും ചെയ്യുക. അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ടോറസ് ഹെൽത്ത്. ജലദോഷം പിടികൂടാതെ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള പകർച്ചവ്യാധിയായ ഒരസുഖം ഇന്ന് പിടികൂടുവാൻ സാധ്യതയുണ്ട്. ജലദോഷം പോലുള്ള അസ്വസ്ഥതകൾ പിടികൂടുവാനുള്ള സാധ്യത ഇന്ന് വളരെയധികമായതിനാൽ ഇന്ന് കൈകൾ വൃത്തിയായി ഇടയ്ക്കിടെ കഴുകണം. സാധാരണ ചെയ്യാറുള്ള മുൻകരുതലുകൾ എടുക്കുക. ഈ സമയത്തിൽ നിന്ന് നിങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ പുറത്തു കടക്കും. ജെമിനി ഓവർവ്യൂ. താങ്കളുടെ സമപ്രായക്കാരുടെ ആരാധനയിൽ കേൾക്കുന്നില്ലെങ്കിലും സമപ്രായക്കാരും സഹപാഠികളും താങ്കളെ പ്രശംസിക്കുന്നു. തൽക്കാലം പ്രത്യേക സാമാന്യബോധവും വിവേകവും ഉള്ള ഒരാളാണ് താങ്കൾ. ആരെങ്കിലും ബഹുമാനിക്കുകയും അയാൾ താങ്കളുടെ അടുത്ത് ഉപദേശത്തിനായി വന്നാൽ അങ്ങനെയുള്ളവരെ ഒരിക്കലും നിരാശരാക്കി താങ്കളുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തരുത്. ജെമിനി റൊമാൻസ്. സാധ്യതയുള്ള ബന്ധങ്ങളെക്കുറിച്ച് ഇന്ന് ജാഗ്രതയുണ്ടാകുക. കാരണം അവ നല്ല നിലയ്ക്കാവുകയില്ല. അതുതന്നെ ആരെങ്കിലും അന്ധമായി ഒരു ഡേറ്റിന് അഭ്യർത്ഥിക്കുകയാണെങ്കിൽ നിരസിക്കുക. നിങ്ങളുടെ മനം ഇന്ന് യോജിച്ചതല്ലെന്ന് പറയുന്നുവെങ്കിൽ തീർച്ചയായും അത് യോജിച്ചതായിരിക്കുകയില്ല. നിങ്ങളുടെ ഉൾവിളി കേൾക്കുക. അത് ദീർഘനാളിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ജെമിനി കരിയർ.
വളരെ കാലമായി പൂർത്തിയാകാതെ കിടന്നിരുന്ന പദ്ധതികൾ ഇന്ന് പൂർത്തീകരിക്കുവാനാകും. ഇത് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം നൽകുമെന്ന് മാത്രമല്ല, ഔദ്യോഗിക ഉയർച്ചയ്ക്കും കാരണമാക്കും. പദ്ധതികൾ സമയത്തിന് പൂർത്തീകരിക്കുന്ന പ്രവണത തുടരുക. ഇത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ ശ്രദ്ധിക്കുകയും ഭാവിയിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ കാരണമാക്കുകയും ചെയ്യും. ഇതിലപ്പുറത്തായി ഇത് നിങ്ങൾക്ക് പിരിമുറക്കം ഇല്ലാതാക്കുകയും ചെയ്യും. ജെമിനി. ഫൈനാൻസ്. ഒരു വ്യാപാര സമുച്ചയം വാങ്ങുവാൻ പോകുന്നത് നിങ്ങൾക്കിന്ന് നല്ലത് വരുത്തും. അതിനെക്കുറിച്ച് സംശയം വേണ്ട. എന്നിരുന്നാലും ഇന്ന് നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഷെയറുകളിൽ നിക്ഷേപിക്കുന്നതും പങ്കുകച്ചവടത്തിൽ ഭാഗമാകുന്നതുമാണ്. അത് അത്ര തന്നെ ശോഭനമാണെന്ന തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട. ജെമിനി. ഹെൽത്ത്. ചർമ്മത്തിന് ഇന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നതിനാൽ ചർമ്മത്തിൽ കാണുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക. സൂര്യപ്രകാശം നേരിട്ട് പതിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. എണ്ണമെഴുക്ക് അധികമുള്ള ഭക്ഷണം ഒഴിവാക്കുക. പൊടിയും ചെളിയും അധികമുള്ള അന്തരീക്ഷവും. ഇത് നിങ്ങളുടെ ചർമ്മത്തെ ആരോഗ്യപൂർണമായിരിക്കുവാൻ സഹായിക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു തുടിപ്പും നൽകും. ക്യാൻസർ. ഓവർവ്യൂ. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായി കൂടുതൽ അടുക്കുകയും ജീവിതത്തിൽ അവരുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്യുക. സൗഹൃദ ബന്ധങ്ങളും ക്ഷമാപണങ്ങളും ചെയ്താൽ ജീവിതത്തിൽ അതിശയിപ്പിക്കുന്ന വ്യത്യാസം കാണാൻ സാധിക്കും. ക്യാൻസർ. റൊമാൻസ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ കാണുവാനായി യാത്ര ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ഇരുവരും കൂടി ഒരു യാത്ര ചെയ്യും. വീട്ടുകാരെയും കൂട്ടുകാരെയും വിട്ട് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് സമയം ലഭിക്കും. നിങ്ങളുടെ തിരക്ക് പിടിച്ചുള്ള ദിനചര്യ മനസ്സിലാക്കുവാനും എന്തുകൊണ്ട് നിങ്ങൾ ഇരുവരും പ്രണയത്തിലായി എന്ന് മനസ്സിലാക്കുവാനും ഈ സമയം ഉപകരിക്കും. നിങ്ങൾ ഇരുവരും ഊഷ്മളതയോടെ ഇന്നത്തെ സായാഹ്നം ആസ്വദിക്കും. ക്യാൻസർ. കരിയർ. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം നിങ്ങളെ വിദേശത്തേക്ക് അയക്കാമെന്ന് പറയുകയാണെങ്കിൽ അത് സ്വീകരിക്കുക. നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും അത് ഗുണം ചെയ്യും. ജോലി സംബന്ധമായ യാത്രകൾ ഈ സമയത്തുണ്ടാകുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരികയാണെങ്കിൽ അത് ഒഴിവാക്കരുത്. ക്യാൻസർ. ഫൈനാൻസ്. സർക്കാരുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ചില ലാഭങ്ങൾ ഉണ്ടാകും. അത് സാമ്പത്തികമോ ജോലി സംബന്ധമായതോ ആകാം. നിങ്ങളുടെ കഠിനാധ്വാനം തുടരുക. നിങ്ങൾക്ക് പ്രതിഫലം ഉടനെ ലഭിക്കും. ക്യാൻസർ. ഹെൽത്ത്. ഇന്ന് വയറുവേദന നിങ്ങളെ ശല്യപ്പെടുത്തും. അതൊഴിവാക്കുവാനുള്ള മുൻകരുതലുകൾ എടുക്കുക. കൂടാതെ കണ്ണിനും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. അതിനെ അവഗണിക്കുന്നില്ലെന്നും ഒരു വിദഗ്ധനെ കാണുന്നുവെന്നും ഉറപ്പുവരുത്തുക. ശുഭവാർത്ത എന്തെന്നാൽ ഇതിൽ നിന്നെല്ലാം നിങ്ങൾ ഉടൻ പുറത്തു കടക്കുന്നു എന്നതാണ്. ലിയോ. ഓവർവ്യൂ. നിങ്ങൾ ഉയർന്ന അല്ലെങ്കിൽ താഴ്ന്ന രക്തസമ്മർദ്ദത്തിന്റെ അസുഖമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. ജീവിതചര്യകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തി നിങ്ങളുടെ സ്ഥിതിയെ കൂടുതൽ മെച്ചമുള്ളതാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ചിന്തകളെ ലഭിക്കൂ. ലിയോ. റൊമാൻസ്. ഈയിടെയായി അനുരാഗ ജീവിതത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും വാഗ്വാദങ്ങളും നിങ്ങൾക്ക് കുറച്ച് മാനസിക വിഷമം ഉണ്ടാക്കിയിരിക്കുന്നു. ഈ വക ദിനങ്ങൾ എളുപ്പം കഴിഞ്ഞുപോകും. അതുകൊണ്ട് തന്നെ ഈ മാനസിക വ്യത കുടഞ്ഞു കളയുക. നിങ്ങളുടെ ചുമതല ശാന്തമായിരിക്കുകയും അനാവശ്യമായി ഇനിയും പങ്കാളിയുമൊത്ത് അവർക്ക് അസന്തോഷമുണ്ടാക്കും വിധം വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയും എന്നതാണ്. നിങ്ങളുടെ ഭാഗം ശാന്തമായും വ്യക്തമായും അവതരിപ്പിക്കുക. പങ്കാളി കേൾക്കും. ലിയോ. കരിയർ. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന തോന്നലുണ്ടാകും. ഈയിടെയായി നിങ്ങൾക്ക് ചില പുതിയ പദ്ധതികൾ ലഭിച്ചിരിക്കാം. ഇത് ഇപ്പോഴേ അമിതമായുള്ള മർദ്ദത്തെ കുറച്ചുകൂടി കഠിനമാക്കിയേക്കാം. ഇതുമായി പൊരുത്തപ്പെടുവാൻ ശ്രമിക്കുക. കാരണം ഒരുപക്ഷെ ഇതിനാൽ ഒരു സ്ഥാനക്കയറ്റം നിങ്ങളെ തേടിയെത്തിയേക്കാം. 1170. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മേലാളന്മാരുടെ കണ്ണിൻ മുന്നിലാകയാൽ ജോലിയിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കും. നിങ്ങൾ സെയിൽസ് രംഗത്താണ് ജോലി ചെയ്യുന്നെങ്കിൽ ഇന്ന് മെച്ചപ്പെട്ട പ്രകടനം പുറത്തെടുക്കുവാൻ കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു മോശം പ്രകടനക്കാരനാണെന്ന് കരുതപ്പെടുവാൻ അത് കാരണമാകുകയും ചെയ്യും. ജോലിയിൽ ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾ നിങ്ങളാലാവത് ചെയ്യുന്നെന്ന് ഉറപ്പുവരുത്തുക. ലിയോ. ഫൈനാൻസ്. ഗഹനമായ സാമ്പത്തിക പ്ലാനിംഗ് ഇന്ന് നിങ്ങൾക്ക് നല്ല സേവനം നൽകുമെന്ന് കാണുന്നു. സാമ്പത്തികമായി നിങ്ങൾ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബജറ്റ് അടുക്കി ശരിയാക്കി വെക്കുന്നതും സാമ്പത്തിക കാര്യങ്ങൾ അടയാളപ്പെടുത്തി വെക്കുന്നതും പണം കൂടുതൽ മെച്ചത്തിൽ കൈകാര്യം ചെയ്യുവാൻ സാധ്യമാക്കും. ബജറ്റിംഗ് നിങ്ങളുടെ ബാങ്ക് നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും സാധിപ്പിക്കും. കുറച്ചധിക പ്രയത്നവും ശ്രദ്ധിച്ചുള്ള പ്ലാനിങ്ങും കൊണ്ട് ഈ തവണ നിങ്ങൾക്കത് ചെയ്യുവാനാകും. ലിയോ. ഹെൽത്ത്. ഇന്ന് തികഞ്ഞ അച്ചടക്കമില്ലായ്മ കൊണ്ട് ഒരു ചെറിയ അപകടത്തിന് സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ഇരിക്കുക. വഴിയിൽ അച്ചടക്കമില്ലാതെയും ലക്ഷ്യമില്ലാതെയും പ്രവർത്തിക്കുന്നതിനാൽ അപകടമുണ്ടാകുവാനും അതുമൂലം പരിക്ക് പറ്റുവാനും സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ അതീവ ശ്രദ്ധാലുവായിരിക്കേണ്ടതുണ്ട്.
നിങ്ങളുടെ ഈ ലക്കുകെട്ട അല്ലെങ്കിൽ കൂസലില്ലാത്ത പ്രവൃത്തി മൂലം നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഗുരുതരമായ ഒരപകടത്തിൽപ്പെടുവാനും അതുമൂലം വാഹനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിക്കാനും നിങ്ങൾക്ക് പരിക്ക് പറ്റുവാനും സാധ്യത കാണുന്നു. ഇന്ന് കുറച്ചു കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. Virgo, ഓവർവ്യൂ. നിനക്ക് വിദേശത്ത് പോകാൻ കാർഡിലൂടെ ക്ഷണം കിട്ടുകയാണെങ്കിൽ നിന്റെ കണ്ണും കാതും തുറന്നിരിക്കുക. ജോലി നിന്റെ വഴിക്ക് വരും. അത് ചിലപ്പോൾ ബിസിനസ് അല്ലെങ്കിൽ വ്യക്തിയെ സംബന്ധിച്ചായിരിക്കും. രണ്ടിലേതായാലും നീ ചെലവിട്ട തുക നോക്കുക. അത് നിന്നെ ബാധിക്കുന്നതായിരിക്കും. Virgo, റൊമാൻസ്. ഒരു യാത്ര പുറപ്പെടണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം ഇന്ന് സഫലമാകുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമൊത്ത് ഒരു ഡേറ്റിന് പോകുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിരുന്ന് സംസാരിക്കാനാകാത്തിടത്തേക്ക് നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ ക്രിയാത്മകമായി ചിന്തിച്ച് യാത്ര ഒന്നുകിൽ കോഫി ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു ഡ്രൈവോ ആക്കി മാറ്റുക. അങ്ങനെ നിങ്ങളുടെ പങ്കാളിയുടെ കൂട്ടാസ്വദിക്കുക. ഈ കൂട്ടുകൂടലിന്റെ ആകെയുള്ള ഉദ്ദേശം കുറച്ച് തമാശയും പരസ്പരം ഒന്നുകൂടി അടുത്തറിയലും മാത്രമായിരിക്കും. Virgo, കരിയർ. ഇക്കാലത്ത് തൊഴിൽ സംബന്ധമായ മുന്നേറ്റത്തിലെ പുരോഗതി വളരെ നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ ജോലി സംബന്ധിച്ച ചില വാർത്തകൾക്ക് കേൾക്കുന്നതിനായി കാത്തിരിക്കുകയാണെങ്കിൽ ആ വാർത്ത നിങ്ങളുടെ വളരെ അടുത്ത ഒരു സുഹൃത്തിൽ നിന്നോ ഒരു സഹപ്രവർത്തകനിൽ നിന്നോ ആയിരിക്കും വരിക. നിങ്ങളുടെ കാതുകൾ തുറന്നിരിക്കുക. എന്തെന്നാൽ അത് നിങ്ങൾ ലഭിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു ഉയർച്ചയോ ഒരു ജോലിക്കയറ്റമോ ലഭിച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുവച്ച ജോലി നിങ്ങൾക്ക് ലഭിച്ചേക്കാം. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. Virgo, ഫൈനാൻസ്. വീടുകളും നിലങ്ങളുടെ വ്യാപാരവും ഇന്ന് വരുമാനമാർഗമാകും. ഈ സമയത്ത് നിങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭം ലഭിക്കും. വസ്തുവ്യാപാരം നിങ്ങൾക്കായി ചില നല്ല കരാറുകൾ കരുതി വച്ചിരിക്കുന്നു. ശ്രദ്ധയോടെയും ബുദ്ധിയോടെയും നിക്ഷേപമിറക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിക്കുന്നത് കാണാം. Virgo, ഹെൽത്ത്. ദഹന സംബന്ധിയായ അസുഖമുള്ളവർ നിങ്ങളുടെ അസുഖത്തിന് ഒരു പ്രതിവിധി ഒരുപക്ഷെ കണ്ടെത്തിയേക്കാം. എന്നിരുന്നാലും തുടക്കത്തിൽ നിങ്ങൾ വയറിന്റെ കാര്യത്തിൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം. കാരണം ചെറിയ ഒരു അശ്രദ്ധ അസുഖം വീണ്ടും വരുത്തുവാൻ കാരണമാക്കിയേക്കും. എളുപ്പത്തിൽ സുഖപ്പെടണമെന്നുണ്ടെങ്കിൽ ഭക്ഷണകാര്യത്തിലുള്ള നിയന്ത്രണങ്ങൾ പാലിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്യുക. Libra, ഓവർവ്യൂ. ജീവിത ദർശനവും ദിശാബോധവും നേടാൻ നിങ്ങളുടെ വിശ്വാസ്യതകൾ നിങ്ങളെ ഉപകരിക്കും. മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഒരു ആധ്യാത്മിക ഉപദേഷ്ടാവിന്റെ സഹായത്തോടെ പരിഹരിക്കാനാവും. പുണ്യസ്ഥലങ്ങളുടെ സന്ദർശനം അർത്ഥവത്താകും. Libra, റൊമാൻസ്. നിങ്ങളുടെ ജീവിതത്തിൽ വിടവ് നികത്തുവാനായി നിങ്ങൾ ഇപ്പോഴും ഒരു പങ്കാളിയെ തിരയുകയാണെങ്കിൽ അതിന്റെ സീമകൾ ഒന്ന് വലുതാക്കുവാനുള്ള ദിനമാണ്. യോഗ്യതകൾ കുറച്ച് ഇളവ് വരുത്തുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണ് തുറക്കാവുന്ന ഒരു വ്യക്തിയെ ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടും. നിങ്ങളുടെ പങ്കാളിയുടെ സൗന്ദര്യം അല്ലെങ്കിൽ പെരുമാറ്റം എന്നിവയെക്കുറിച്ച് ഊഹിക്കാതിരിക്കുക. കാരണം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളെ സന്തോഷത്തോടെ ഇരിക്കുവാൻ സഹായിക്കുന്ന ഒരു വ്യക്തിയെയായിരിക്കും. Libra, കരിയർ. നിങ്ങളെ തേടിയെത്തുന്ന ഒരു പുതിയ ജോലി സാധ്യത പരിഗണിക്കണമെന്നുണ്ടെന്ന് നിങ്ങൾക്ക്. ഇതിനെക്കുറിച്ച് ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. ചിലപ്പോഴൊക്കെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പാത നേരെയല്ലെന്ന ഒരു ചിന്താഗതി നമുക്കുണ്ടാകും. എന്നാൽ അതിനർത്ഥം നമ്മൾ കൂടുതൽ കഴിവുകൾ ആർജിക്കുന്നില്ലെന്നല്ല. നിങ്ങൾ ആർജിക്കുന്ന പുതിയ കഴിവുകൾ നിങ്ങൾക്ക് ഉപകാരത്തിനായി ഉപയോഗിക്കുക. Libra, ഫൈനാൻസ്. രാസപദാർത്ഥങ്ങളുടെ വ്യവസായങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് ഫലദായകമായ ദിനമാണ്. നിങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലും പരീക്ഷണശാലയിലോ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനത്തിലോ ജോലി ചെയ്യുകയാണെങ്കിൽ ചില ഔദ്യോഗിക അല്ലെങ്കിൽ സാമ്പത്തിക ലാഭങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ രാസപദാർത്ഥങ്ങളുടെ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വ്യാപാരിയാണെങ്കിൽ ഇന്ന് കണ്ണുകൾ തുറന്നു വെക്കുക. നല്ലൊരു വ്യാപാരാവസരം നിങ്ങളെ തേടിയെത്തും. Libra, ഹെൽത്ത്. സ്വയം എൻജിൻ പ്രകടിപ്പിക്കണമെന്ന് നിങ്ങൾ പഠിക്കും. കൂടാതെ മറ്റുള്ളവർ നിങ്ങളെ കൂടുതൽ നന്നായി മനസ്സിലാക്കുവാനായി നിങ്ങൾ പ്രവർത്തിക്കും. വികാരങ്ങൾ കൂടുതൽ കാലം അടക്കി വയ്ക്കുന്നത് അനാരോഗ്യത്തിന് വഴിവെക്കും. അതുകൊണ്ട് തന്നെ ജോലിസ്ഥലത്തും വ്യക്തിബന്ധങ്ങളിലും വ്യക്തമായ ആശയവിനിമയത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടാകും. ലൈബ്രറിയിൽ നിന്നും ചില ഗൈഡുകൾ എടുക്കുവാനും വിദഗ്ധരുടെ ഉപദേശം തേടുവാനും ഇന്നത്തെ ദിനം ഉപയോഗിക്കുക. Scorpio, ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളുമായുള്ള ബന്ധം കുറെ കൂടെ മെച്ചപ്പെടും. സമയം ചിലവഴിച്ച് ഓരോരുത്തരുടെ കൂടെയും സന്തോഷിക്കുക. അത് നിങ്ങളുടെ അടുപ്പത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കും. ഒരുമിച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവുക എന്നിവയിലൂടെ സൗഹൃദം വർദ്ധിപ്പിക്കും. Scorpio, റൊമാൻസ്. നിങ്ങളുടെ പങ്കാളിയുമായി അടുത്തയിടെ ചില വഴക്കുകൾ ഉണ്ടായെങ്കിൽ ഇന്ന് നിങ്ങൾക്കതിൽ കൂടുതൽ ഉറച്ചു നിൽക്കുവാനും നിങ്ങളുടെ ഭാഗം ശരിവെക്കുവാനും തോന്നും. ചിലപ്പോൾ ഒറ്റയ്ക്കാകണമെന്ന് വരെ നിങ്ങൾക്ക് തോന്നിയേക്കാം.
വിഷമിക്കേണ്ട. ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അവ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കറുത്ത പാടുകളൊന്നും ഉണ്ടാക്കില്ല. ഇപ്പോൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമെങ്കിലും നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പാതയിലേക്ക് തിരിച്ചെത്തും. Scorpio, കരിയർ. ഇന്ന് നിങ്ങൾക്ക് ചില പുതിയ പദ്ധതികൾ നൽകപ്പെടും. ഇത് പ്രാവർത്തികമാക്കുവാനായി നിങ്ങൾക്ക് തന്നിട്ടുള്ള സമയ പദ്ധതി നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള കഴിവിനെ മാത്രമല്ല ആത്മാർത്ഥതയും സമർപ്പണത്തെയും വെല്ലുവിളിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന എല്ലാ കഴിവുകളും പുറത്തെടുക്കുക എന്നത് നിങ്ങളുടെ ഗുണത്തിന് മാത്രമായിരിക്കും. അതേസമയം മാനസികമായി ചുറുചുറുക്കോടെ ഇരിക്കേണ്ടതും ജോലിയിൽ സമർപ്പിക്കേണ്ടതും ആവശ്യമാണ്. ആത്മസംയമനവും സത്യസന്ധതയുമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ബഹുമാനം നേടിത്തന്നതെന്ന് ഓർക്കുക. Scorpio, ഫൈനാൻസ്. പുതിയ സംരംഭങ്ങളിൽ നിന്നും ഇന്ന് ലാഭം കാണുന്നു. പ്രത്യേകിച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും എന്തെങ്കിലും സഹായം ലഭ്യമാണെങ്കിൽ കുറച്ചു കാലമായി ആലോചനയിലുണ്ടായിരുന്ന ആ ആശയം പ്രാവർത്തികമാക്കുവാൻ പറ്റിയ ദിനമാണ്. നിങ്ങളതിനായി ഇന്ന് പ്രവർത്തിച്ചു തുടങ്ങുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ലാഭമുണ്ടാകും. പ്രവൃത്തി ക്രമമില്ലാത്ത രീതിയിലാകരുത്, കാരണം അത് പ്രാവർത്തികമാക്കുവാൻ വളരെയധികം കഠിനാധ്വാനം വേണമെന്നത് തന്നെ. Scorpio, ഹെൽത്ത്. ഈയിടെയായി ശരീരത്തിൽ വിരിക്കുന്ന ചില മാറ്റങ്ങൾ നിങ്ങൾ അത്ഭുതപ്പെടും. ചില ശരീരഭാഗങ്ങൾക്ക് ഖനം വെച്ചിരിക്കുന്നതായും ചില മാംസപേശികൾക്ക് വിടവ് കുറഞ്ഞിരിക്കുന്നതായും നിങ്ങൾ അറിയും. വ്യായാമ കാര്യക്രമത്തിൽ സ്വല്പം മടി കാണിച്ചാൽ ഇതാണ് സംഭവിക്കുക. തിരികെ നിങ്ങളുടെ മാർഗത്തിലെത്തുക, നല്ല ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക. മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉടൻ കാണുവാനാകും. Sagittarius, ഓവർവ്യൂ. ഇപ്പോൾ നിങ്ങൾക്ക് അംഗീകാരവും ബഹുമാനവും കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജോലി ചെയ്തില്ലെങ്കിൽ അതിന് വേറെ ആരെങ്കിലും അർഹരാകും. നിങ്ങളുടെ നേട്ടങ്ങൾക്കിടയിലുള്ള വിശ്രമവേളയിൽ ഇതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടതായി വരും. Sagittarius, റൊമാൻസ്. ഇന്ന് മുഴുക്കെ നിങ്ങൾ പങ്കാളിയുമൊത്ത് ചില്ലറ വഴക്കുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും, ഒരുപക്ഷെ എന്തിനെന്നറിയാതെ. അതുകൊണ്ട് തന്നെ ഒന്നുമില്ലെങ്കിലും ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുവെന്ന് ഉറപ്പുവരുത്തുക, അല്ലാതെ വെറുതെ പങ്കാളിയെ ആക്രമിക്കുന്നതിലല്ല. പങ്കാളിയെ ആക്രമിച്ചുകൊണ്ടിരുന്നാൽ ഇപ്പോൾ ആരോഗ്യസമ്പുഷ്ടമായ ഈ ബന്ധത്തിൽ അതൃപ്തിയുടെ വിത്തുകൾ പാകുകയായിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ തീർക്കുന്നതിനായി ഭാഷയിലുള്ള നിങ്ങളുടെ പ്രാവീണ്യം ഉപയോഗിക്കുക. Sagittarius, കരിയർ. ജോലിയിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തണം. അകാരണമായി ആകാംക്ഷയോ ഉത്സാഹമോ അരുത്. കാരണം അവിചാരിതമായി ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യത വളരെയധികമാണ്. നിങ്ങളുടെ മേലാളന്മാരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കഠിനാധ്വാനം ചെയ്യുക. നിങ്ങൾ കഠിനാധ്വാനം നിലനിർത്തുകയും ആത്മാർത്ഥതയോടെ ഔദ്യോഗിക ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുകയുമാണെങ്കിൽ ഇന്നത്തെ ദിനം നിങ്ങളുടേതായി മാറും. ഇത് നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കുവാനാകാത്ത ഫലം കൊണ്ടുവരും. കമ്പ്യൂട്ടർ, ബാങ്കിംഗ് എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കും. Sagittarius, ഫൈനാൻസ്. ഏതെങ്കിലും വസ്തുവ്യാപാരം ഇന്ന് ഉറപ്പിക്കുന്നതിനു മുമ്പേ കരാറിലെ വാക്കുകൾ വള്ളിപുള്ളി ദീർഘം വിടാതെ വായിക്കുക. കരാറിൽ ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടാകുമെന്ന് കാണുന്നു. കുറച്ച് അപകടമുള്ള ഒരു വസ്തുവ്യാപാരത്തിനാണ് നിങ്ങളിപ്പോൾ തുനിയുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ വരും വരായികളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവ് വേണം. പ്രമാണങ്ങളിൽ ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയേക്കാം. അതുകൊണ്ട് തന്നെ കുറച്ചധികം ശ്രദ്ധ കൊടുക്കുക. കടലാസുകൾ മുഴുക്കെ പഠിക്കുക. ഒരശ്രദ്ധ നിങ്ങൾക്ക് വളരെ വിലപിടിച്ചതാകാം. Sagittarius, ഹെൽത്ത്. മനസ്സിനെ സ്വസ്ഥമായും ശാന്തിയായും ലഭിക്കുന്ന ഒരിടത്തേക്ക് പോകേണ്ടതിന്റെ ആവശ്യം നിങ്ങൾക്കിന്ന് തോന്നും. കുറച്ചു നേരത്തെ ഏകാന്തത നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. വിശ്രമിക്കുക. ശാന്തത എഞ്ചിൻ നിങ്ങളിലെ ഊർജത്തിനെ വർദ്ധിപ്പിക്കുന്നുവെന്നും നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കുവാനുള്ള പ്രേരണ നൽകുന്നുവെന്നും മനസ്സിലാക്കുക. Capricorn, ഓവർവ്യൂ. ഇന്ന് ഓരോ കാൽവെപ്പും വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. ഒരു അപകടം വഴിയുള്ള മുറിവിന് സാധ്യത കൂടുതലാണ്. അമിത വ്യത വേണ്ട. വരുന്നത് പോലെ നേരിടുക. മിക്കവാറും അപകടങ്ങൾ ഒഴിവാകും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മനസ്സിരുത്തി ചെയ്താൽ അപകടങ്ങളും അത്യാപത്തുകളും ഒഴിവാക്കാം. Capricorn, റൊമാൻസ്. നിങ്ങൾക്കൊരു പങ്കാളിയുണ്ടെങ്കിൽ ഇന്ന് പങ്കാളിയുമൊത്ത് അനുരാഗപൂർണമായ അനവധി നിമിഷങ്ങൾ ചിലവഴിക്കുവാനുള്ള അവസരം ലഭിക്കും. പങ്കാളിയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. ഇതുവരേക്കും പ്രത്യേകമായി ഒന്നും നിങ്ങൾ കരുതിയിട്ടില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും അത് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ചിന്താശീലം കൊണ്ട് പങ്കാളിയെയും ആശ്ചര്യപ്പെടുത്തുക. Capricorn, കരിയർ. ഇന്ന് നിങ്ങൾ മികച്ച പുതിയ ചിന്തകളുമായി ഉയരും. അവ നിങ്ങളുടെ ഭാവിയിലെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴി കണ്ടെത്തും. നിങ്ങളുടെ പുതിയ ചിന്തകളുമായി വളരെ ക്രിയാത്മകമാവുക. അവയിൽ ഒന്ന് പ്രയോഗത്തിലാക്കുമ്പോൾ നിങ്ങൾ അതിശയിച്ചേക്കും.
ശ്രദ്ധയോടുകൂടി ആസൂത്രണം ചെയ്യുക. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് ഫലം തന്നേക്കും എന്നതിനാൽ അതിനെ ഇന്ന് കയറ്റുമതി ചെയ്യുന്നതിനായി പരിഗണിക്കുക. Capricorn, ഫൈനാൻസ്. നിങ്ങൾ ജുവലറി മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്നത്തെ ദിനം നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. നിങ്ങളുടെ പ്രവൃത്തി മേഖല പുഷ്പിക്കും. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാനായി എല്ലാ വശവും തിരയുക. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യാപാരത്തിന്റെ വരുമാനം ഇനിയും വർദ്ധിപ്പിക്കുവാനാകും. ഈ സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് വരുവാൻ സാധ്യതയുള്ള കഷ്ടപ്പാടിന്റെ ദിനങ്ങളായി മാറ്റിവെക്കുക. Capricorn, ഹെൽത്ത്. കഴിയുന്നതും കൂടുതൽ ജോലി ചെയ്യുന്നത് ഒഴിവാക്കുക. ഇത് ആരോഗ്യത്തെ ബാധിക്കുമെന്നത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ശരീരത്തിനാവശ്യമായ വിശ്രമം നൽകേണ്ടത് നിങ്ങളുടെ താൽപര്യം മുൻനിർത്തിയാണെന്നത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഉദ്യോഗദാതാവിനോടും നിങ്ങളോടുമുള്ള ഉത്തരവാദിത്വത്തിൽ ഒരു സന്തുലിതാവസ്ഥ വരുത്തുക. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യകാര്യവും ഉദ്യോഗത്തോടൊപ്പം ശ്രദ്ധിക്കുക. Aquarius, ഓവർവ്യൂ. അടുത്ത ബന്ധുക്കളുമായി ഒരു യാത്ര പോവാൻ ഇന്ന് പദ്ധതിയിടാൻ നല്ല ദിവസമാണ്. കുടുംബങ്ങൾക്ക് ഇത് നല്ല അവസരം തന്നെ. ബന്ധങ്ങൾ വിപുലപ്പെടുത്താൻ ഇത് സഹായിക്കും. നിങ്ങളുടെ അസ്വസ്ഥതകളെ ഇത് പരിഹരിക്കുകയും ചെയ്യും. Aquarius, റൊമാൻസ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ വിവാഹിതരാകാത്തവരെ ഒരു പുതിയ കാഴ്ചപ്പാടോടെ നോക്കും. അവരിൽ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ പെടണമെന്നൊരാഗ്രഹത്തോടെ വല്ലാതെ നാണിക്കരുത്. എന്നാൽ ജോലിസ്ഥലത്തെ മര്യാദകൾ ലംഘിക്കുകയും അരുത്. ഇതിന് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് മെല്ലെ മെല്ലെ മുന്നോട്ടു പോകണം. എന്നാൽ ഇന്ന് അതിനുള്ള ആദ്യ ചുവട് വയ്ക്കുക. Aquarius, കരിയർ. സാമൂഹികമോ തൊഴിൽ സംബന്ധമായോ ആയ മേഖലയിലെ നിങ്ങളുടെ സുഹൃത്തുക്കളെന്നോ സഹപ്രവർത്തകരെന്നോ തോന്നുന്ന ചില ആളുകളെ സൂക്ഷിക്കുക. യഥാർത്ഥത്തിൽ ഇവർ നിങ്ങളെ ചീത്തയായി കാണിക്കാൻ പുറകിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇത്തരം എതിർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ഏറ്റവും പ്രയാസമേറിയവ എന്തെന്നാൽ തുടക്കത്തിൽ ഇവർ നിങ്ങളുടെ പക്ഷത്തായിരിക്കും പ്രത്യക്ഷപ്പെടുക. Aquarius, ഫൈനാൻസ്. ദൂരസ്ഥലങ്ങളിൽ നിന്നും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കുക. വിദേശ നിക്ഷേപങ്ങളിൽ നിന്നും ഇന്ന് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശത്തേക്ക് നിങ്ങളുടെ കച്ചവടം വിപുലീകരിക്കുവാൻ നിങ്ങൾ ഉദ്യമിക്കുന്നുവെങ്കിൽ അതിനു പറ്റിയ സമയം ഇതാണ്. വിദേശത്തുള്ളവരുമായി ബന്ധപ്പെടുവാനാകുന്ന എല്ലാ സാധ്യതകളും തുറന്നുവെക്കുകയും അതിനായി യത്നിക്കുകയും ചെയ്യുക. അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. Aquarius, ഹെൽത്ത്. ഇന്ന് നിങ്ങൾക്ക് അസിഡിറ്റിയുടെ ശല്യമുണ്ടാകും. അതൊരു പക്ഷേ സങ്കോചം മൂലമോ അല്ലെങ്കിൽ വൈകാരികമോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. പുകവലി, മദ്യം, മാംസാഹാരം, എരിവുള്ള ഭക്ഷണം, ഉപ്പ് കൂടുതലുള്ള ഭക്ഷണം എന്നിവ ഒഴിവാക്കുക. അതേസമയം സങ്കോചം, വൈകാരിക വിക്ഷോഭം എന്നിവയെ മറികടക്കുന്നുവെന്നും ഉറപ്പുവരുത്തുക. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ദഹനേന്ദ്രിയങ്ങൾക്ക് മുകളിൽ നിയന്ത്രണം നൽകും. Pisces, ഓവർവ്യൂ. നിന്റെ ജീവിതം പുതിയ രീതിയിൽ കൊണ്ടുവരാം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നവരിൽ നിന്നോ അറിയാത്തവരിൽ നിന്നുമാകാം. ചിലപ്പോൾ അവർ നിന്നെ നല്ല രീതിയിൽ നിന്ന് കൊണ്ടുപോകും. അതിനുവേണ്ടി നീ മനസ്സ് തുറക്കുക. ചിലപ്പോൾ അത് മുതിർന്നവരിൽ നിന്നുമാകാം. നിന്റെ നല്ലതിനു വേണ്ടിയാണ്. അവരുടെ താല്പര്യത്തെ നീ സംശയിക്കരുത്. അവർക്ക് എല്ലാം അറിയാം. Pisces, റൊമാൻസ്. നിങ്ങളുടെ അനുരാഗ ബന്ധത്തെ അതിന്റെ അടുത്ത പടിയിലേക്കെടുക്കുവാൻ നിങ്ങൾ ഇന്ന് പദ്ധതിയിടുന്നു. ഒരുപക്ഷെ ഈ ബന്ധം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തെ സ്ഥിരപ്പെടുത്തുവാനുള്ള ആലോചനയിലാണ് നിങ്ങൾ. ഈ വിചാരങ്ങൾ തികച്ചും ശരിയാണ്. അത് നിങ്ങൾക്ക് ശരിയായ ദിശയും കാണിക്കും. എന്നാലും ഹൃദയത്തിന്റെ വാക്കുകൾ കേൾക്കുകയും കാലുകൾ നിലത്തുറപ്പിച്ച് നിൽക്കുകയും വേണം. കാരണം നിങ്ങൾ ഒരു ദീർഘകാല ബന്ധത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. Pisces, കരിയർ. നിങ്ങൾ ജോലി അന്വേഷണത്തിലാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇച്ഛാഭംഗമുണ്ടാകും. കുറച്ചു കാലമായി നിങ്ങൾ ഈ അന്വേഷണം തുടങ്ങിയിട്ട് ഇന്നും അതിൽ കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും നിങ്ങളുടെ പ്രയത്നങ്ങൾ വിഫലമാകുകയാണെന്ന് അതിനർത്ഥമില്ല. പ്രയത്നം തുടരുക. Pisces, ഫൈനാൻസ്. നിങ്ങൾ ഷെയർ വ്യാപാരം ചെയ്യാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നല്ല ദിവസമാണ്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ ബുദ്ധിപൂർവമായിരുന്നു. നിങ്ങൾ കുറച്ച് റിസ്ക് എടുത്തുവരെ. അതുകൊണ്ട് തന്നെ ദീർഘകാലത്തിൽ അവ നല്ല ഫലം നൽകുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് സംശയം വേണ്ട. എന്നിരുന്നാലും ഒന്നും ഇനി പരിശോധിക്കുവാനായി ബാക്കിയില്ലെന്ന് ഉറപ്പുവരുത്തുക. Pisces, ഹെൽത്ത്. നെഞ്ചിനെ ബാധിക്കുന്ന ചുമ, ഇൻഫെക്ഷൻ തുടങ്ങിയ അസുഖങ്ങൾ ശ്രദ്ധിക്കുക. കഠിനമായ തണുപ്പ് അല്ലെങ്കിൽ കഠിനമായ ചൂടുള്ള അവസ്ഥകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. അതുപോലെ തന്നെ ട്രാഫിക്കിന്റെ മലിനീകരണത്തിൽ നിന്നും ആവശ്യമെങ്കിൽ ഒരു തുണി കൊണ്ട് വായ് മൂടുക. ഇന്നത്തെ ദിനം യാതൊരു കാരണവശാലും പുകവലിക്കരുത്. അസുഖം തോന്നുന്നുവെങ്കിൽ ആവശ്യത്തിന് വിശ്രമിക്കുക. സമാധാനം ലഭിക്കും.